السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه وسلم أجمعين. أما بعد. ആദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, ഈ വേദിയിലുള്ള സൗഹൃദവേദിയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട റഫീഖ്, നൗഫൽ, മറ്റു നല്ലവരായ അതിൻ്റെ സാരഥികൾ, ഈ വിശുദ്ധമായ സദസ്സിലെത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ കാരണവന്മാർ, സഹോദരി സഹോദരന്മാരെ, ആദ്യമേ ഇതിൻ്റെ ഈ സമിതിക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. വളരെയേറെ ഭക്തി സാന്ദ്രമാകുന്ന വിശുദ്ധ റമദാനിൻ്റെ ഒരു കാത്തിരിപ്പ്, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ ഒരു കാത്തിരിപ്പ്, ഈ രണ്ടും ഭക്തിയോടടുക്കുന്ന ഏറ്റവും നല്ലൊരു സമയമാണ്. റമദാനിൻ്റെ ഒരുക്കം തന്നെ എന്തൊക്കെ പറഞ്ഞാലും അള്ളാഹുവോടടുക്കുവാനുള്ള നമ്മുടെ ഒരു ചെറിയ ആഗ്രഹത്തിൻ്റെ, വലിയ ആഗ്രഹത്തിൻ്റെ ചെറിയ തുടക്കമായി പരിഗണിക്കപ്പെടുന്ന രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ഒരു സദസ്സിൽ വെച്ച് ഞങ്ങളുടെ നാട്ടുകാരനും ഞങ്ങൾക്കൊക്കെ ഏറ്റവും സ്വന്തമെന്ന് പറയാവുന്ന ബാപ്പു മുസ്ലിയാരെക്കുറിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മഹനീയമായ സാന്നിധ്യത്തിൽ വെച്ച് ഇത്തരത്തിലൊരു അനുസ്മരണ പരിപാടി നടത്താൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തെ, നിങ്ങളെടുത്തിട്ടുള്ള അതിൻ്റെ ഒരു നല്ല പ്രവർത്തനത്തെ പെട്ടത്തൊരാളെന്ന നിലയിൽ പ്രത്യേകം ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവരെയും പ്രത്യേകം ഈ സദസ്സിൽ വെച്ച് അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു സാധാരണ യോഗത്തിൽ പറയുന്നത് പോലെയല്ല, എല്ലാ നന്മകളുടെ വാക്കുകളും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ഇന്നലകളിൽ നടന്നിട്ടുള്ള തൻ്റെ ജീവിത ചുറ്റുപാടുകളിൽ നാം എത്തപ്പെട്ട സ്ഥലങ്ങളിലെ സംവിധാനങ്ങളിലെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഓർക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതൊരു പ്രാർത്ഥനാ നിർഭരമാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം എപ്പോഴും അവരുടെ മനസ്സുകൾക്ക് ആശ്വാസം പകരുന്നതൊന്നാണ്. കാരണം ഇന്നത്തെ കാലത്തോട് ചേർത്തി പറയാൻ കഴിയാത്ത വല്ലാത്ത ഇരുട്ടുകൂടിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം ഓരോ ദിവസവും അന്യമാകുന്ന ഒരു കാലം. ലോകം വളരെയേറെ ആസ്വദിക്കപ്പെടുന്ന ഒരു ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ എല്ലാ നന്മയും കൈവിടിയുമ്പോൾ ലോകം തന്നെ അവൻ അന്യമാകുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്നത്. ലോകം മടുത്ത മനുഷ്യരുടെ മുന്നിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഒരു കാര്യത്തിൻ്റെ അവസാനം ഉണ്ടാകുമ്പോൾ ഇനിയൊരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് കരുതി ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ എല്ലാ താളപ്പിഴകളുടെയും കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ഒരു തിരിച്ചു പോകിന് സാധ്യമല്ല എന്നാണ് ലോകം തന്നെ അറിയാതെ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇനി കാത്തിരിക്കേണ്ടതില്ല, എല്ലാം ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഇവിടെ നിന്ന് വിട്ടാൽ ഒന്നും ലഭ്യമാകുന്നില്ല, എല്ലാം ഇവിടെ വെച്ചാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് പറയുമ്പോൾ സത്യവിശ്വാസികൾ അവർ ഒരുങ്ങേണ്ടവരാണ്. സത്യവിശ്വാസം അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ അവിശ്വാസികളെന്ന് പറയുന്നത്, മറ്റൊരു ലോകമില്ല എന്ന് പറയുന്നവർ ഭൗതികമായ വാദത്തിൻ്റെ ഇടങ്ങൾ തേടിപ്പോകുന്ന മനുഷ്യരുടെ മുന്നിൽ ഇനിയൊരു ചോദ്യം അവശേഷിക്കുന്നില്ല. അവരിനിയൊന്നും ബാക്കി വെക്കുന്നില്ല. ഇനി അവർക്കൊരു പുനർജന്മമില്ല, ഇനി അവർക്കൊരു തിരിച്ചുവരവില്ല, ഇനി ഒരു നല്ല നാളെയില്ല, നല്ല ഒരു കുടുംബമില്ല, ഒരു നല്ല സംവിധാനമില്ല. എല്ലാം അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന, അതിൻ്റെ വേഗത പോലും വർദ്ധിക്കുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാം ഇനി ആവുന്നതെല്ലാം ആവട്ടെ, ഇനി കുടുംബമില്ലാതെ ജീവിക്കാം, ഇനി ബന്ധങ്ങൾ ആവശ്യമില്ല, ഇനി സ്വാർത്ഥത മാത്രമാണ്. സ്വാർത്ഥംഭരികളായ മനുഷ്യരുടെ അവരുടെ പ്രവർത്തനത്തിൻ്റെ നടുവിലാണ് ഇന്ന് ലോകമുള്ളത്. അപ്പോൾ കൈയൊഴിഞ്ഞ ഒരു ലോകത്താണ് നമ്മളുള്ളത്. ഭൗതികവാദികളെല്ലാം കൈയൊഴിഞ്ഞ ലോകമാണ്. അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അവർക്ക് ഇനി ഇതെങ്ങനെയാണ് തട്ടിക്കൂട്ടിയെടുക്കേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ വിശ്വാസികളുടെ അവരുടെ കർമ്മമാണ് ഒരു തിരിച്ചുവരവിന് സാധ്യമാകേണ്ടത്. ലോകം ഒരു തിരിച്ചുവരവിലേക്കുണ്ട്. ധർമ്മങ്ങളെ തേടുന്ന, ധർമ്മത്തെ ബോധ്യപ്പെടുത്തുന്ന, നീതിയുള്ള, സന്മാർഗമുള്ള, അനുസരണയുള്ള, നല്ല രാജ്യങ്ങളുള്ള, നല്ല കുടുംബങ്ങളുള്ള, നല്ല വ്യക്തികളുള്ള ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളും മാത്രമാണെന്ന് വിശ്വാസികൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ,
നമ്മുടെ കർമ്മങ്ങളെയാണ് ലോകത്തെ സാന്ത്വനപ്പെടുത്തേണ്ടത്. നമ്മുടെ കർമ്മങ്ങളെയാണ് ലോകത്തെ തിരിച്ചുവരവിന് ആളുകൾക്കുണ്ടാവേണ്ടത് നമ്മുടെ കർമ്മങ്ങളെയാണ്. പക്ഷേ നമ്മുടെ കർമ്മങ്ങളാവട്ടെ, നമ്മുടെ വാക്കുകളാവട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളാവട്ടെ നമുക്ക് തന്നെ പ്രതികൂലമായി നിൽക്കുന്ന, നമ്മൾ പറഞ്ഞതുപോലും നമുക്ക് വിപരീതമാകുന്ന, നമ്മുടെ വാക്കുകൾ പോലും തത്സമയം നമ്മുടെ ജീവിതത്തെ ആ തരത്തിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു ചുറ്റുപാടിൽ ഇന്ന് നമ്മൾ ജീവിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് പി.കെ. ബാപ്പു മുസ്ലിയാർ എന്ന് പറയുന്ന വളരെ ലളിതനായ ഒരു മനുഷ്യൻ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് പറയേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലെ ഓരോ ആളുകളും അദ്ദേഹത്തെക്കുറിച്ച് പറയാത്ത ദിവസങ്ങളുണ്ടാവില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് എത്രയോ മാതൃകയാക്കാവുന്ന സംഗതികളാണ് അദ്ദേഹം ചെയ്തത്. ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്, അദ്ദേഹം ചില സംഘാടനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വൈഭവം. വലിയവർ സംഘടിക്കുന്ന കൂട്ടത്തിലും അദ്ദേഹം ഇരിക്കും. ഞങ്ങളൊക്കെ ചെറുതാണ്. ആ സമയത്ത് ഞങ്ങൾ തട്ടിക്കൂട്ടുന്ന സംഘടനയുടെ തലപ്പത്ത് അദ്ദേഹം ഉണ്ടാവും. ഞാൻ ഇന്ന് ആലോചിക്കാറുണ്ട്, ഇന്നൊക്കെ നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുമ്പോൾ വലിയവർക്കൊന്നും താഴോട്ട് ഇറങ്ങി വരാൻ കഴിയില്ല. അവരുടെ സമയക്കുറവുണ്ടാവും, സംഘാടനത്തിൻ്റെ വലുപ്പം ചെറുപ്പുണ്ടാവും, സംഘടനയുടെ വലുപ്പം ചെറുപ്പമുണ്ടാവും, സംവിധാനത്തിൻ്റെ വലുപ്പം ചെറുപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ വലിയ ഒരാൾ, വളരെ ഉയരത്തിൽ സംഘടനാ വൈഭവം കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഒരാളെ താഴേക്ക് വിളിക്കാൻ തന്നെ നമുക്ക് തോന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് അയാൾക്കും നമ്മൾ കൂടി ചേരില്ല എന്ന് കരുതും. എന്നാൽ ബാപ്പു മുസ്ലിയാർ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ ആ നാട്ടിലേറ്റവും സുപ്രധാനമായ, ഏറ്റവും വളരെയേറെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഇടത്തിൽ തന്നെ ഞങ്ങളെപ്പോലെയുള്ള അന്നത്തെ കുട്ടികൾ നടത്തുന്ന ചെറിയ സംവിധാനത്തോടും വലിയ താല്പര്യം കാണിച്ചു എന്നാണ്. ഞാനിത് ഇത്രയും ഒരു അനുഭവത്തിൻ്റെ വിളിച്ച് പറയുന്നത്, ഞാൻ അത് രണ്ടും ഏറെക്കുറെ കാണുന്ന ഒരാൾ കൂടിയാണ്. വലിയവൻ ഇതിലുണ്ടാകുമ്പോഴും ചെറിയവൻ ഉണ്ടാകുമ്പോഴും ഉണ്ടാകുന്നതാണ്. പലയിടത്തും പലവരും പോകുമ്പോൾ സംഘടന എല്ലാവരെയും വിളിക്കും. സ്വാഭാവികമായും ചിലരുടെ സാന്നിധ്യം മതിയാകും, ചിലരുടെ പ്രവർത്തനം മതി. ഒരു സംവിധാനത്തിന് അതൊക്കെ വേണ്ടി വരും. അപ്പോഴൊക്കെ അവരങ്ങനെ അറിയാതെ ഇരിക്കും വന്നിട്ട്. പക്ഷേ ബാപ്പു മുസ്ലിയാർ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യൻ ആ കുട്ടികളുടെ ചിന്തകൾ കൂടെ നിന്നുകൊണ്ട് അവർക്ക് കൂടി ഈ സംവിധാനം എങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോകേണ്ടത് എന്ന രീതിയിൽ ഇടപെടുന്നു എന്നതാണ്. ഇന്ന് നമ്മളൊരു കാര്യത്തിൻ്റെ ഒരാൾ വിളിക്കുമ്പോൾ അവരുടെ സാന്നിധ്യമാണ് നമ്മൾ ആഗ്രഹിക്കുക. കാരണം വെച്ചാൽ അവർക്ക് നമ്മളെപ്പോലെ ഇതിൽ ഇടപെടാൻ പക്ഷേ കഴിയുന്നു വരില്ല, നമ്മുടെ സംഘടന ചെറുതാവും. പക്ഷേ ബാപ്പു മുസ്ലിയാർ ചെയ്തതല്ല, വലിയ സംഘടനക്ക് നൽകുന്ന അതേ ഊടും ഭാവവും യഥാർത്ഥത്തിൽ ചെറിയ സംവിധാനത്തിന് അദ്ദേഹം നൽകാൻ തയ്യാറായി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്ന് എനിക്ക് വളരെ അത്ഭുതം തോന്നിയ കാര്യം എന്താ വെച്ചാൽ, അദ്ദേഹം ഒരാളുമായി പരിചയപ്പെട്ടാൽ, ഒരു കുടുംബവുമായി പരിചയപ്പെട്ടാൽ, ഒരു ദേശവുമായി പരിചയപ്പെട്ടാൽ, ഒരു സംവിധാനവുമായി പരിചയപ്പെട്ടാൽ പിന്നെ അദ്ദേഹമായിട്ട് അതിൽ നിന്ന് പിണങ്ങുന്ന യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഭയങ്കരമാണ് ജീവിതത്തിൽ. ഇന്ന് നമ്മൾ ഈ കുടുംബയോഗങ്ങളൊക്കെ നടത്തുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ബാപ്പു മുസ്ലിയാർ എത്രയോ കുടുംബയോഗങ്ങൾ നമ്മളറിയാതെ ചേർന്ന മനുഷ്യനാണ്. ഞങ്ങളുടെ ഈ മഹല്ലത്തിലെ എല്ലാവരുടെയും കല്യാണ കാര്യത്തിൽ അതിൻ്റെ ഒരു തലപ്പത്ത് ബാപ്പുവിനുണ്ടോ, എല്ലാ കാര്യത്തിലും. അങ്ങനെ അവിടുന്ന് കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് വിചാരിക്കാം. ആ കല്യാണം കഴിച്ച നാട്ടുകാർക്കും ആ കാര്യത്തിന് ബാപ്പു മുസ്ലിയാരായിരിക്കും. അവിടെ ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു കൊടുന്നു, അവർ കുട്ടികളൊക്കെ ആയി. ആ വീട്ടിൽ അവിടെ വേറൊരു കല്യാണം നടക്കുമ്പോഴും ബാപ്പു മുസ്ലിയാരുടെ സാന്നിധ്യം ഇതേ ഗൗരവത്തിലാണ്. അതൊരു വലിയൊരു വളരെ വല്ലാത്തൊരു കാലം, ഭയങ്കരമാണ്. എത്ര ആലോചിച്ച് നമുക്ക് നമ്മൾ ഇന്നൊക്കെ പിശുക്കുകയാണ്, നമുക്ക് സമയമില്ല, സ്വന്തത്തോട് പോലും സംസാരിക്കാൻ കഴിയില്ല, സ്വന്തക്കാർക്ക് വേണ്ടിയും ഇടപെടാൻ കഴിയാത്ത ഒരു കാലത്ത് ബന്ധങ്ങളിൽ നിന്ന് ബന്ധങ്ങളുണ്ടാക്കി ആ ബന്ധങ്ങൾ കൊണ്ട് സകലരെയും സ്നേഹിക്കാൻ കഴിയുന്ന വല്ലാത്തൊരു ക്രമം സ്വീകരിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പോൾ വെട്ടത്തുനിന്ന് ഒരു കല്യാണം ഒരാൾ കഴിച്ചു കൊടുന്ന് വിചാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, അത് ബാപ്പു മുസ്ലിയാരുടെ ഒരു ബാധ്യതയാണ്, നാട്ടുകാരണവരാണ്. പക്ഷേ ആ കല്യാണം കഴിച്ചത് ഇവിടെ നാട്ടിൽ ആ വീട്ടുകാർക്ക് വേറൊരു കല്യാണം ഉണ്ടാകുമ്പോൾ ആ കല്യാണത്തിൻ്റെ കൂടെ മറ്റേ നാട്ടിലേക്ക് പോകുന്ന അവരുമായി ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തൊക്കെ ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. പലപ്പോഴും ഞങ്ങൾ ഈ കല്യാണങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് ബാപ്പു മുസ്ലിയാർ പറയും, ഞാനവിടെ എത്തിക്കോളാം എന്ന് പറയും. അപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം ബാപ്പു മുസ്ലിയാർക്ക് വല്ലാത്തൊരു ആനുകൂല്യമുണ്ട്. കാരണം ഈ ബാപ്പു മുസ്ലിയാർ നേരത്തെ പോകും. എന്നോട് ബാപ്പു മുസ്ലിയാരുടെ ഒരു ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബാപ്പു മുസ്ലിയാർ നേരത്തെ വരും, നേരത്തെ പുറപ്പെടും, എത്താൻ വൈകുമെന്നാണ്. അപ്പോൾ എത്താൻ വൈകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, മൂപ്പര് നടന്നു പോകുന്ന വഴിയിലെ ഓരോരുത്തരും മൂപ്പരെ കാത്തിരിക്കും, ഓരോരുത്തരുമായി സംസാരിക്കും, ഓരോരുത്തരുമായി. ഞങ്ങൾ അന്നൊക്കെ ഈ ബൈക്കിലൊക്കെ കൊണ്ടുവരുമ്പോൾ ബാപ്പു മുസ്ലിയാർ കണ്ടാൽ നിർത്താതെ പോകലാണ്, എന്നൊക്കെ കേട്ടണ പഠിക്കല്ല. ബാപ്പു മുസ്ലിയാരെ കണ്ടാൽ ബാപ്പു മുസ്ലിയാർക്ക് ഒരായിരങ്ങളെ കാണാനുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ നിർത്തേണ്ടി വരും, അവിടെയൊക്കെ നിർത്തിയിട്ട് കാര്യങ്ങൾ തേടേണ്ടി വരും. എന്ന് പറഞ്ഞാൽ
അങ്ങനെ ഉള്ളുകൊണ്ട് ഒരു മനുഷ്യ സമൂഹത്തെ അകം കൊണ്ട് സ്നേഹിച്ചിട്ടുള്ള വലിയ മനുഷ്യൻ. ഞാൻ പറഞ്ഞു, വെട്ടത്തുകാരുടെ കല്യാണം മാത്രമല്ല, വെട്ടത്തുകാർ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട്ടുകാരുടെ കല്യാണങ്ങളും വെട്ടത്തുകാരെ പോലെ ഇടപെടുന്ന ഒരു വലിയ മനസ്സിന്. അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ കല്യാണം കഴിച്ചതൊക്കെ ആ ഒരു തരത്തിലുള്ള ബന്ധങ്ങളാണ്. അദ്ദേഹം പിന്നെ ഒരു ഗവൺമെൻറ് ടീച്ചറാണ്. ഗവൺമെൻറ് അധ്യാപകനാകുമ്പോൾ അദ്ദേഹം ജോലിയെടുക്കുന്ന പ്രദേശത്തെ ആളുകളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ചേരാവുന്ന ആളുകളെ ചേർത്ത് അവിടെയുള്ള ബന്ധങ്ങൾ നടത്തുന്ന 3 കല്യാണം അങ്ങനെ നടന്നു എന്ന് എനിക്ക് പറയാൻ കഴിയും. 3 ആളുടെ കല്യാണം നടന്നത് ആ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിൻ്റെ സമൂഹവുമായി കുടുംബവുമായി ബന്ധങ്ങൾ ചേർക്കുന്ന കാര്യത്തിൽ ഭയങ്കര അമാനുഷികമായി എന്ന് പറയാവുന്ന, ഇന്നത്തെ കാലം കൂട്ടി വായിക്കുമ്പോൾ ഒരു അമാനുഷികതയുമായി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഭയങ്കരമാണ്. ഇന്ന് നമുക്കറിയാമല്ലോ, എല്ലാവരും സ്വന്തമില്ലെന്ന് പറയാൻ മത്സരിക്കാൻ. എനിക്ക് വാപ്പയില്ല, എനിക്ക് കുടുംബങ്ങളില്ല, ഞാൻ ഒറ്റയാനാണ്, ഞാൻ പൂർണ്ണ സ്വതന്ത്രനാണ്, എനിക്കെല്ലാം ഉണ്ട്, എൻ്റെ കയ്യിൽ പണമുണ്ട്, എനിക്കാരുമില്ല എന്ന് പറയാൻ മത്സരിക്കാൻ. എനിക്ക് ബന്ധങ്ങളില്ലെന്ന് പറയാൻ, എനിക്കങ്ങനെ ആരുമായും കടപ്പാടില്ല, ഞാൻ ഒറ്റയാനാണ് എന്നു പറയാൻ കർമ്മം കൊണ്ടെങ്കിലും അത് ബോധ്യപ്പെടുത്തുന്ന ഒരു കാലമാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ ചേർത്ത് പിടിക്കാനുള്ള മാനുഷികമായ മൗലികത നഷ്ടപ്പെടുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും അന്യരായ മനുഷ്യരെ അവരെ എങ്ങനെയാണ് തൻ്റേതാക്കി മാറ്റേണ്ടതെന്ന വളരെ എന്ത് പറഞ്ഞാൽ ഒരു മാസ്മരികമായ ഒരു വല്ലാത്തൊരവസ്ഥ നേടിയിട്ടുള്ള ഒരാളാണ് ബാപ്പു മുസലിരെന്ന് പറയാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ചു എന്നതാണ്. തന്നറിയുന്നവർക്ക് വേണ്ടി, തൻ്റെ കൂടെ നിന്നവർക്ക് വേണ്ടി, തന്നെ ചേർത്തിപ്പിടിക്കാൻ ശ്രമിച്ചവർക്ക് വേണ്ടി, തന്നെ ഉത്തരവാദിത്തപ്പെടുത്തവർക്ക് വേണ്ടി, അവർക്കാണ് എൻ്റെ ജീവിതം എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നാണ്. എല്ലാ കഴിവുകളും ഒരു പക്ഷേ കൂടുതൽ സമയം സ്വന്തത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ അല്ലെങ്കിൽ സ്വന്തത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ പലപ്പോഴും അദ്ദേഹം മറ്റുള്ളവരുടെ കാര്യങ്ങളാണ്. പിന്നെ അത് മാത്രമല്ല, ഇതര സമുദായത്തിൻ്റെയും. ഇപ്പോൾ മുമ്പത്തൊക്കെ കാലത്ത് ഒരു പെൺകുട്ടികൾ കല്യാണം ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്ന് ആക്കി അയക്കുക എന്ന് പറയും, ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ബാബുശ്ശേരി ഞങ്ങളുടെ നാട്ടിലുള്ള മുസ്ലിം പെൺകുട്ടികളെ മാത്രമല്ല, ഇതര മതസ്ഥരായ കുട്ടികളെയും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടു എന്നതാണ്. ഇന്നത്തെ പോലത്തെ ഒരു ഇടപെടലല്ലല്ലോ അന്ന്. ഇന്നിപ്പോൾ നമുക്ക് കല്യാണത്തിൻ്റെ ആരൊക്കെ വിളിക്കേണ്ടത് ലീസ്റ്റ് ഇട്ട് കൊടുക്കാം, വണ്ടി ഏതെന്ന് ഏൽപ്പിക്കണം എന്ന് പറയാം, സ്വർണ്ണം ഇവിടെ നിൽക്കണം എന്ന് പറയാം. അന്നതല്ല, അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സ് കണ്ടെത്തണം. അതിൻ്റെ മാർഗം എന്താണ്? അന്നൊക്കെ വളരെ കുറഞ്ഞ് സഹായിക്കാൻ കഴിയുന്നവരുണ്ടാവും, അവർക്ക് നിരന്തരമായി കത്തെഴുതിക്കും. ഇപ്പോൾ തന്നെ ഞങ്ങളോടൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, ഇപ്പോൾ 2 കത്ത് അയച്ചിട്ടുണ്ട്, അതൊന്നും വന്നിട്ടില്ല, 3ാമത് കത്തിന് പാകമായ ആളുകളുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക, അവരോട് നേരെ പറയും, ഇപ്പോൾ നമ്മുടെ ഒരു കത്ത് കൊടുത്തു എന്ന് പറയും. നമുക്ക് മടിയുണ്ടാവും, നമ്മൾ സ്വാഭാവികമാണ്. നമ്മളൊക്കെ പറയാറുണ്ട്, ചിലപ്പോൾ കത്ത് കൊടുത്തിട്ട് ഇനി കുറച്ച് കഴിയട്ടെ എന്ന് പറയും. ബാപ്പുശ്ശേരി ഒരിക്കൽ പോലും അതിന് കാത്തുന്നില്ല. അങ്ങനെ ഒരു ഇടവേളയുണ്ടാകുമ്പോൾ, ഒരു കത്തയച്ച് അതിൻ്റെ സഹായം ലഭ്യമാകുന്നതിൻ്റെ ഒരു ഇടവേളയിൽ തൻ്റെ സ്വന്തക്കാരുടെ ആഭരണം വെച്ച് പണം കൊടുത്ത എത്രയോ കാര്യങ്ങൾ വെട്ടത്തുകാർക്ക് പറയാനുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. കത്തിങ്ങനെ അയക്കണം, ഓരോ കാര്യങ്ങൾ വരുമ്പോൾ കത്തയക്കണം, ഇന്നോടുത്ത് ഇന്നാളുടെ മകളുടെ കല്യാണം ഉണ്ട്, നിങ്ങൾ സഹായിക്കണം. അങ്ങനെ നിരന്തരമായി കത്തയക്കും. അങ്ങനെ ഇതിങ്ങനെ വല്ലാതാവുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇടവേളയുണ്ടാകും. ആ ഇടവേളയുടെ സമയത്ത് ബാപ്പുശ്ശേരിയുടെ ഏറ്റവും അടുത്ത സ്വന്തക്കാരെ മക്കളുടെയൊക്കെ ആഭരണങ്ങളെടുത്ത് കൊടുത്തതും ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കും. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇതൊരു വായിച്ചു പോയ സംഗതിയല്ല, ഇതൊരു കർമ്മമായി സ്വീകരിച്ചപ്പോഴാണ്. ഒരു പക്ഷേ ഈ വിശുദ്ധമായ സദസ്സിൽ, ഈ ഒരു സദസ്സിൻ്റെ പ്രത്യേകത അത്രയും വളരെ വലുതാണ്. ഒരു വിശുദ്ധമായ സദസ്സിൽ ഇങ്ങനെ ഒരു അനുസ്മരണം നടത്താൻ ഇവർക്കതിന് സാധിപ്പിച്ചതും അള്ളാഹു നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മൾ കാണുന്നൊരു സംഗതിയുണ്ട്, എല്ലാ സൽക്രമങ്ങൾക്കൊരു ബാക്കിയുണ്ട്. എല്ലാ സൽക്രമങ്ങൾക്കും കേരളത്തിൽ ആദരിക്കപ്പെടുന്ന ഏതു ശ്രേഷ്ഠരായിക്കോട്ടെ, അവരുടെ ഇന്നലകളുടെ കർമ്മങ്ങൾ അതിന് വലിയ സാക്ഷിത്വം വഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ ജീവിച്ചു പോയ ഒരു വലിയ മനുഷ്യൻ. മറ്റൊന്ന് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ, മതപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പല രീതിയിലും അതിൻ്റെ സംഘാടനത്തിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. ഒരു സംഘാടനം, ഒരു നേതൃത്വം. ഇപ്പം നമ്മുടെ ഈ മഹല്ല് നേതൃത്വം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയേണ്ടുന്ന ഒരു വലിയ കാര്യമുണ്ട്. നമ്മുടെ നാട് പലപ്പോഴും വർഗീയമായ ചേരിതിരിവുണ്ടാകുന്നുണ്ട്. പല കാര്യകാരണങ്ങളുണ്ടാകും, പല കാരണങ്ങൾ ഉണ്ടാക്കുന്നതുണ്ടാകും. പലതും ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇന്നും ഇന്നലെയൊക്കെ അതുണ്ട്. പക്ഷേ
നമ്മുടെ നാടുകളിലൊക്കെ അത് തട്ടാതെ പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ മഹല്ലുകളുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. സത്യത്തിൽ കേരളത്തിൻ്റെ മതപ്രബോധന രംഗത്ത് പലവരെയും അസൂയാവർഹമായ മറ്റു ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇല്ലാത്ത വിധം എത്രയോ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇസ്ലാമിക ശത്രുക്കൾക്ക് എത്രയോ അവർക്ക് തക്കം നോക്കി ഇടപെടാൻ കഴിയാവുന്ന പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മതത്തിൻ്റെ പ്രബോധനവുമായി ബന്ധപ്പെട്ട് പ്രഭാഷണങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, മറ്റു എല്ലാ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഒന്നും ആടിയുലയാതെ ഉരസാതെ അതിൻ്റെ പേരിൽ ഒരു തർക്കമുണ്ടാകാതെ പോയതുകൊണ്ടാണ് നമ്മുടെ മഹല്ലുകളിലൊക്കെ ശാന്തമാകുന്നത്. നമ്മുടെ മഹല്ല് ശാന്തമാകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഐക്യമുണ്ടാകുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് ബാങ്കുവിളി ഉണ്ടാവും, ക്ഷേത്രത്തിന് മണിയടി ഉണ്ടാവും, പലതും ഉണ്ടാകാം, പല രീതിയിലും ഉണ്ടാകാം, പല സ്ഥലത്തൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ആ പ്രശ്നങ്ങളിലെല്ലാം ഒരു മാതൃകാപരമായ സമീപനത്തിന് നമ്മളെ പഠിപ്പിച്ചത്, നമ്മളെ മാതൃകയാക്കിയത്, നമ്മളെ പരിശീലിപ്പിച്ചത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രവർത്തനം. ഞാനത് നിങ്ങളോട് ഇന്ന് പറയാം. കേരളത്തിൽ ആയിരക്കണക്കായ പള്ളികളുടെ ഖാദിയായി. ഈ ആയിരക്കണക്കായ പള്ളിയുടെ ഖാദി എന്ന് പറയുമ്പോൾ ആ നാട്ടിലെ മഹല്ലുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മഹല്ലിൻ്റെ ഭരണം എന്താണ്? ഒരു മഹല്ല് ഭരണ സംവിധാനം എന്ന് പറഞ്ഞത് കേവലം അവിടെ പള്ളിയിൽ പങ്കെടുക്കുന്ന ഉസ്താദുമാരെ ഏൽപ്പിക്കുക എന്നത് മാത്രമല്ല, ആ പ്രദേശത്തെ ഇസ്ലാമികമായിട്ടുള്ള ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു മതേതര ഗവൺമെൻറ്റാണ്. ഇതൊരു ഇസ്ലാമിക രാജ്യമല്ല. ഒരു ഇസ്ലാമിക രാജ്യമല്ലാത്ത ഈ ഭരണകൂടത്തിൽ ജീവിക്കുന്ന നമുക്ക് മറ്റു പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ മഹല്ലുകളെ കൊണ്ടുപോകേണ്ടത്, അതിനെ ക്രമപ്പെടുത്തേണ്ടത് മഹല്ലുകളുടെ ഭാരവാഹികളാണ്, പ്രവർത്തനമാണ്. അവിടങ്ങളിലൊക്കെ ബാലൻസ് തെറ്റിയാൽ അത് വലിയ പ്രശ്നം ഉണ്ടാകും. എന്നാൽ ബാലൻസ് തെറ്റാതെ ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോഴും നിങ്ങളൊന്ന് നിർത്തി എന്ന് ആരും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാതിരിക്കാനുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള നമ്മുടെ സംവിധാനം. അതിന് നമുക്ക് പ്രേരകമായത്, നമ്മളെ പഠിപ്പിച്ചത് പാണക്കാട്ടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖാദിയായ മഹല്ലുകൾ. എനിക്ക് ഒരുപാട് ചെറുതും വലുതുമായ അനുഭവങ്ങൾ എനിക്കത് പറയാനുണ്ട്, ഞാനിവിടെ പറയുന്നില്ല. തങ്ങളുടെ മഹല്ലിലാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം തീരുമാനിക്കുന്നതിൻ്റെ ഒരു ശൈലിയുണ്ട്, ഒരു മാർഗമുണ്ട്. അത് വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം പാണക്കാടുമായി ഏറ്റവും ഇണക്കി ചേർത്ത് നിർത്തിയത് ബാപ്പു മുസ്ലിം. ഞങ്ങൾക്ക് ആർക്കും അന്നൊന്നും ഈ തങ്ങന്മാരൊന്നും അത്ര വലിയ പരിചയമില്ല. ഞങ്ങളിൽ നിന്ന് എല്ലാവരും ആളുകൾ. പക്ഷേ ബാപ്പു മുസ്ലിയാരാണ് അതിലൊരു കണ്ണിയായി വർത്തിച്ചത്. അവരുടെ ഏറ്റവും പൂക്കോയ തങ്ങളാവട്ടെ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാവട്ടെ, പിന്നെ ഹൈദർ അലി ശിഹാബ് തങ്ങളാവട്ടെ, ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളാവട്ടെ, അവരുമായുള്ള ബന്ധം, ആ ബന്ധമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹ്യ ബോധത്തെ, സാമൂഹ്യ ക്രമത്തെ തിട്ടപ്പെടുത്തുന്ന കാര്യത്തിൽ ഉണ്ടായത്. അതാണ് അത് നമ്മളെ ഏറ്റവും കൂടുതൽ അടുപ്പിച്ചത് ബാപ്പു മുസ്ലിയാർ എന്ന് പറയുന്ന ഈ വലിയ മനുഷ്യനാണ്. അപ്പോൾ ഒരു മഹാപ്രസ്ഥാനം കണക്കെ ഒരു കാലത്തെ ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ഉദാത്തമായ മൂല്യങ്ങളുടെ ഒരു ഉന്നതമായ ശ്രേണിയിലായിരുന്നു ബാപ്പു മുസ്ലിയാരുടെ പ്രവർത്തനമെന്ന് അന്നും ഇന്നും നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ആ പെരുമാറ്റവും സഹായിക്കാനുള്ള അതിൻ്റെ താല്പര്യവും എല്ലാം തന്നെ നമ്മൾ അത്ഭുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും ഇത്തരം കാര്യത്തോട് കൂടുതൽ താല്പര്യം കാണിക്കുകയും ഇത്തരം സംവിധാനങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതൊക്കെ അവരുടെ പിതാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും നല്ല അനുഗ്രഹീതമായ മാർഗങ്ങളാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ വലിയ മനുഷ്യൻ്റെ വലിയ കർമ്മങ്ങൾ ഇരുട്ടുഭേദിക്കാൻ നമുക്ക് സഹായകമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എത്രയോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം തുറന്നു ബാപ്പു മുസ്ലിയാർ എഴുതി തയ്യാറാക്കിയ കത്തുകളിലൂടെ നടന്ന പല കാര്യങ്ങളും നടക്കാതിരുന്നുവെങ്കിൽ നമുക്കെന്താകുമെന്ന് വളരെ ദാരിദ്ര്യത്തിൻ്റെ വലിയ കെടുതിയിൽ നിന്ന് ഇപ്പോഴാണ് നമുക്ക് ആശ്വാസമുണ്ടായത്. ഒരു പെണ്ണിനെ കെട്ടിക്കാൻ പോകുമ്പോൾ ഒന്ന് കൂടിയിരുന്ന് അവളുടെ ഭർത്താവിനൊരു മഹർ വാങ്ങാൻ, അവളുടെ കല്യാണത്തിന് അവർക്ക് വസ്ത്രമെടുക്കാൻ നമുക്ക് ചെറിയ പണം പിരിക്കണം എന്ന് പറയുന്നത് മാറിയത് അടുത്ത കാലത്താണ്. സത്യത്തിൽ ഒരു ദാരിദ്ര്യം നമുക്ക് ഏൽപ്പിക്കുന്ന ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ദാരിദ്ര്യം എല്ലാം ക്രമത്തെയും അട്ടിമറിക്കും. പക്ഷെ അത്തരം ഒരു സന്ദർഭത്തിൽ വളരെ ആടിയുലയാതെ നിന്ന് നമ്മുടെ മഹല്ലത്തിനെ, നമ്മുടെ സമൂഹത്തിനെ ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സമയവും ബാപ്പു മുസ്ലിയാർ ഉപയോഗിച്ചു എന്നത് വളരെയേറെ അത്ഭുതപ്പെടുന്ന കാര്യമാണ്. ഒന്നും മറച്ചു വെക്കാനുണ്ടായിരുന്നില്ല. പലപ്പോഴും ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ബാപ്പു മുസ്ലിയാരുടെ സമപ്രായക്കാരായ ആളുകൾ, ഞാൻ അവരൊക്കെയുള്ള കമ്മിറ്റിയിലൊരു അംഗമായി പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്, അവരൊക്കെ പറയും ബാപ്പുവിനോട് സ്വകാര്യം പറയാൻ പാടില്ല എന്ന് പറയും.
എന്ന് പറഞ്ഞാൽ ബാപ്പു മുസ്ലിയുടെ ആ കാര്യത്തിലൊന്നും തൻ്റെ ഒരു കണ്ട കാര്യം അത് നേർക്ക് നേരെ പറയും. ഇനി അത് പറഞ്ഞതുകൊണ്ട് ബാപ്പു മുസ്ലിയുടെ ആർക്കും വിരോധവും ഉണ്ടാവില്ല. കാരണം എന്നാൽ ഒന്നും ചേർക്കാതെയാണ് പറയുന്നത്. തൻ്റെ ഒരു അഭിപ്രായമോ തൻ്റെ സ്വാർത്ഥതയോ തൻ്റെ പക്ഷത്തിൻ്റെ സ്വാർത്ഥതയോ ഒന്നുമില്ലാതെ, ഒന്നും ചേർക്കാതെ, ഒരു വാക്കുപോലും ചേർക്കാതെ പറയുന്ന നിഷ്കളങ്കമായ വാക്കാണ്. അപ്പം അതുകൊണ്ട് എത്രയോ അപകടങ്ങളിൽ നിന്ന്, എത്രയോ പ്രയാസങ്ങളിൽ നിന്ന്, എത്രയോ കെടുതികളിൽ നിന്ന്, എത്രയോ ജീർണതകളിൽ നിന്ന് ഒരു നാടിനെ സംരക്ഷിക്കാൻ പാകത്തിൽ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് പ്രിയങ്കരനായ ബാപ്പു സാഹിബ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനമൊന്നും ഇല്ലെങ്കിൽ പോലും ഞങ്ങളുടെ നാട്ടുകാർക്ക് ഏവർക്കും പറയാവുന്ന തരത്തിൽ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഏവർക്കും ബാപ്പു മുസ്ലിയാർ എന്നാൽ ബാപ്പു മുസ്ലിയാരെ കുറിച്ച് ഇന്നതൊക്കെ പറയാവുന്ന തരത്തിൽ, ഏവർക്കും പറയാവുന്ന തരത്തിൽ, ചെറുപ്രായക്കാരാവട്ടെ വലിപ്പമുള്ളവരാവട്ടെ, അദ്ദേഹത്തെ കണ്ടവരും കേട്ടവരുമായ എല്ലാവർക്കും പറയാവുന്ന തരത്തിൽ തൻ്റെ ജീവിതം അത്രയും ലാളിത്യമാവുകയും എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ്. ഞാൻ അനാഥകളെ സഹായിക്കാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ അദ്ദേഹം എഴുതിയ വാക്കുകളിൽ കൂടുതൽ അദ്ദേഹം അതാണ്. ഞങ്ങളൊക്കെ പലപ്പോഴും പിന്നെ ആളുകളെ വിളിച്ചിട്ട് അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയും. അവസാനം നമുക്കൊക്കെ അറിയാവുന്ന പോലെ അസുഖമായി കുറഞ്ഞ സമയത്ത് ഇങ്ങനെ മിണ്ടാതിരിക്കും അദ്ദേഹം. അപ്പോൾ ലോഹറുക്കൊക്കെ പള്ളിയിൽ വരും. അപ്പം എല്ലാം ചോദിച്ചറിയും. അതിപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല, എല്ലാം ചോദിച്ചറിയാൻ, താൻ ഇടപെട്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും. ഒരു പുസ്തകത്താളിൽ കുറിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ എല്ലാം ചോദിക്കും. ലോഹറിൻ്റെ ശേഷം ഒരു 12:30 മണിക്കൊക്കെ നിസ്കാരം കഴിഞ്ഞ് കുറേ ആളുകൾ അവിടെ ഇരിക്കും. അപ്പോൾ ബാപ്പു മുസ്ലിയാരെ ചുറ്റിപ്പറ്റി എല്ലാവരും ഇരിക്കും. ബാപ്പു മുസ്ലിയാർ അതെന്തായി ഇതെന്തായെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയുന്നത്, തൻ്റെ അവസാന സമയം വരെ താൻ ഏൽപ്പിക്കപ്പെട്ട വിശ്വാസം, നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കപ്പെട്ട്, ഞാൻ ഇന്നും നിങ്ങളോട് പറയുന്നത്, ഞങ്ങളുടെ മഹൽ ഇന്ന് അഭിവൃദ്ധിയുടെ ഒരു മഹല്ലാണ്. ഞാൻ എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടി, സ്വന്തം മഹലിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പുറത്തൊരാൾ പള്ളി പോവുക എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് പ്രയാസമാണ്. അത് ഞങ്ങൾക്ക് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, എവിടെയും അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ആ ഒരു തരത്തിൽ ഞങ്ങൾ ഉയർത്തിയത്, ഞങ്ങളുടെ മഹല്ലത്തിനെ, ഞങ്ങളുടെ നാടിനെ, ഞങ്ങളെല്ലാവരെയും ആ ഒരു തരത്തിൽ ഉയർത്തിയത് അദ്ദേഹമാണ്. എൻ്റെ പൊതുജീവിതത്തിൽ അദ്ദേഹം എനിക്ക് എത്രയോ മാർഗദർശനമായി നിന്നിട്ടുണ്ട്. ഈ നമ്മുടെ പള്ളിയിലെ മുദരിസുമാരെ കൊണ്ടുവരുന്ന കാര്യത്തിൽ പോലും അദ്ദേഹം ഞങ്ങളെ കൂടി കൂട്ടി കൊണ്ടുപോയിട്ടാണ് അതൊക്കെ ചെയ്യിക്കൽ. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളെ അതൊക്കെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ പൊതുജീവിതത്തിൽ ഏറ്റവും നല്ല മാർഗമായി നിന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കബറിടത്തെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഞാൻ ഒരിക്കലൂടെ ഇത്തരം ഒരു നല്ല സദസ്സിൽ ഭക്തി നിർഭരമായ ആസ്വാദനത്തിൻ്റെ, ഖുർആനിൻ്റെ ആസ്വാദനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാതുകളുടെ മുന്നിൽ ഒരു പ്രാർത്ഥനയോട് അവതരിപ്പിക്കാൻ ഇതിന് അവസരമുണ്ടാക്കിയിട്ടുള്ള ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകം ഞാൻ അഭിനന്ദിച്ചുകൊണ്ട്, 5-ാം വർഷമാണ് ഈ പരിപാടി നടക്കുന്നത്. ഏതായാലും ഈ തിരക്കിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള വിവേകപൂർണമായ ഈ തീരുമാനത്തെ, ഈ പ്രവർത്തനത്തെ ഏറെ അഭിനന്ദിക്കുകയും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.